കല്യാണാലോചനയും ഫ്രണ്ട്ഷിപ്പും എല്ലാം ഇവിടെ വച്ച് അവസാനിക്കാണ്. കേട്ടല്ലോ, അമ്മയ്ക്ക് തരാവുന്ന ഏറ്റവും നല്ല സമ്മാനമാ എന്റെ മോള് തന്നത്. ഇത്രയൊക്കെ ചെയ്യാനും മാത്രം എന്ത് തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്? നീ ഒന്ന് ക്ഷമിക്കുക ഗൗതമി, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അയാളെന്തിനാ നമ്മളോടൊന്ന് വഴക്കുണ്ടാക്കിയത്? അയ്യോ, ഒന്നും അറിയാത്തൊരു പാവം. സത്യമായിട്ട് എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. ഇവളോടല്ല, അവനോട് ഇതൊക്കെ പോയി ചോദിക്കേണ്ടത്. നീ ഇവിടെ നിൽക്ക്. വേണ്ട ചേട്ടാ, വെറുതെ ഗുണ്ടകളുടെ തല്ലുകൊള്ളാൻ പോകണ്ട. ആ ദിലീപിനെ ഇടിച്ചു കൂട്ടിയത് കണ്ടില്ലേ? വെറുതെ എന്റെ മുമ്പിൽ നിന്ന് നാടകം കളിക്കല്ലേ മഹി. എനിക്കറിയാം, ഇത് നിങ്ങൾ രണ്ടാളും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഏത് ഞങ്ങള് എന്ത് ചെയ്തെന്ന്? ആ പെൺകുട്ടിയുടെ കല്യാണാലോചനയോ ഉറപ്പിക്കലോ എന്തൊക്കെയോ പരിപാടിയായിരുന്നു. അയാള് റിങ് കാട്ടി പ്രപ്പോസ് ചെയ്തു. അവള് നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് നിന്നെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു. പതിവില്ലാതെ ഈ ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ കാര്യമുണ്ടെന്ന്. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? അതെ. അപ്പോ അന്ന് പാർക്കിൽ വെച്ച് സംഭവിച്ചതൊക്കെ മനഃപൂർവ്വമായിരുന്നോ? നിർത്തണം അതിന്റെ അഭിനയം. നിന്റെ കൂടെ 24 മണിക്കൂർ ഒരുമിച്ച് നടക്കുന്ന എന്നെ പോലും അറിയിക്കാതെ നീ ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ? മോശമായി പോടാ, മഹാമോശമായി പോയി. നീ ഇങ്ങ് വാ, നിനക്കുള്ളതേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. വാ ഇങ്ങോട്ട്. അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായത് അല്ലേ? അല്ല, മഹിയേട്ടന്റെ അപ്പോഴത്തെ ചിന്തയും മഹിയേട്ടനോട് അരവിന്ദ് പറഞ്ഞതും ഒന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. അന്ന് എന്നെ രക്ഷിക്കാൻ പ്രസീത ഒരു ബുദ്ധി പറഞ്ഞു തന്നു. ഞാനത് ഉപയോഗിച്ച് രക്ഷപ്പെടുമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. എന്റെ മനസ്സില് മഹിയേട്ടൻ അന്നും ഒരു ഗുണ്ട തന്നെയാ. പക്ഷേ മഹിയേട്ടന്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. മഹിയേട്ടന്റെ മനസ്സിൽ എന്നോട് ആ സമയം മുതല് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോ നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറിയത് എങ്ങനെയാ? അതിന് പിന്നെ സമയമെടുത്തു. ആ സമയത്ത് തെറ്റിദ്ധാരണകൾ കുറയല്ല കൂടുകയാ ചെയ്തത്. അയ്യോ, അതെന്താ? മഹേട്ടനാണെന്ന് തോന്നുന്നു. മഹേട്ടൻ, ഞാനിവിടെ ഉണ്ട്. ഇതെന്താ നേരം വെളുക്കും മുമ്പേ എഴുന്നേറ്റ് പോന്നോ? അത് ഞാൻ രാവിലെ ശ്രീമേശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. മുറിയിൽ എഴുന്നേറ്റിരുന്ന് മഹേട്ടനും മാളൂനും ഓർക്കത്തിൽ ശല്യമായല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ. ആണോ? ഞാൻ ഉണർന്നു നോക്കുമ്പോ ഗംഗയെ കാണാനില്ല. അതാ ഞാൻ വിളിച്ചത്. മഹേട്ടൻ നേരത്തെ ഉണർന്നോ? എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതാ നേരത്തെ എഴുന്നേറ്റത്. എന്നാ ഞാൻ ചായ എടുത്തു തരാം. കാര്യങ്ങൾ കൈവിട്ട് പൊക്കോണ്ടിരിക്കുവോ? എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ സഹായിക്കണം. എന്താ പുതിയ കാര്യം? പുതിയ കാര്യമല്ല, പഴയ കാര്യം തന്നെയാ. ആ ഗൗരിയുടെ ശല്യം കൂടി വരുവാ. ഒന്ന് സമാധാനത്തോടെ ശ്വാസം വിടാൻ പോലും പേടിക്കേണ്ട അവസ്ഥയായിപ്പോ. ആ ഗൗരിയെ തളയ്ക്കാൻ നമ്മൾ പല വഴികളും നോക്കിയല്ലോ, അതെല്ലാം വിഫലമായി. അതെ, ഇപ്പൊ ആ ഗൗരി ഗംഗയോട് പഴയ ഓരോ കഥകൾ പറയാൻ തുടങ്ങി. അത് നമുക്ക് ദോഷം ചെയ്യും. അവൾ ഇനി ശബ്ദിക്കാൻ പാടില്ല. അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം.
വഴിയുണ്ട്. ഗൗരിയെ നിശബ്ദയാക്കാൻ വേണ്ട പൂജകൾ ഉടനെ ചെയ്യണം. അതുവഴി അവളുടെ ശബ്ദം ബന്ധിക്കാൻ സാധിക്കും. പിന്നെ അവളെ ആർക്കും കേൾക്കാൻ സാധിക്കില്ല. അത് മതി. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വേഗം ചെയ്യണം. മരിച്ചിട്ട് ഞങ്ങൾക്ക് സ്വൈര്യം തരാതെ അലഞ്ഞു തിരിയുന്ന ഈ ഗൗരി ഇനി ശബ്ദിക്കാൻ പാടില്ല. മനസ്സിലായി. ചില പൂജകൾ വേണ്ടിവരും. അതിന്റെ ഫലം അവളുടെ ശബ്ദം ഇല്ലാതാക്കും. ഗൗരി ചേച്ചി, ഗംഗേ, ചേച്ചി ബാക്കി കഥ കേൾക്കാൻ വിളിച്ചതാ ഞാൻ. അത് നിന്റെ വിളി കേട്ടപ്പോഴേ മനസ്സിലായി. എന്നാ പറ. പറയാം. മഹിയേട്ടനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന സാഹചര്യങ്ങളിലാ ഞാൻ കണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് മഹിയേട്ടനെ സത്യത്തിൽ ഭയമായിരുന്നു. ഒരു ദിവസം ഈ കട കൊള്ളാല്ലേ? അതെ. ഇയാൾക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണി. ഗുണ്ടകള് വേറെന്ത് ജോലി ചെയ്യാനാ? ആ, അതും ശരിയാ. ഇയാളിപ്പൊ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. നീ വാ, നമുക്ക് വേഗം പോവാം. വാ പോവാം. ഇത് തന്നെയല്ലേ ചേച്ചിയുടെ മാല? അതെ, ഇതാ മാല. വലിയ ഉപകാരം. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കും. ഇവനെ എന്താ ചെയ്യേണ്ടത്? പോലീസിൽ ഏൽപ്പിക്കാം. അയ്യോ സാറേ, എന്നെ അറിയാതെ ചെയ്തതാ. ആദ്യമായിട്ടോ ഇങ്ങനെ. കോളേജിൽ ഫീസറൊക്കെ ഇല്ലാത്തോണ്ട് ചെയ്തു പോയത് സാറേ. പോലീസിൽ ഏൽപ്പിക്കില്ലേ സാറേ, ഞാൻ കാല് പിടിക്കാം. ഇനി മേലാൽ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇല്ല സാർ. ശരി, പൊയ്ക്കോ. ആ, നിക്ക്. കണ്ടുവാ. എന്താ സാർ? എത്രയാ ഫീസ് അടയ്ക്കേണ്ടത്? 12,000 രൂപ സാർ. സെം ഫീസ് അടയ്ക്കാനാ. സാർ വാങ്ങിച്ചോളൂ. ഇതിനു വേണ്ടി നീ ഒരു കുറ്റവാളി ആവരുത്. അടുത്ത സെം ഫീസ് അടയ്ക്കാറാവുമ്പോ എന്നെ വന്ന് കണ്ടാൽ മതി. കൈലാസ് ജ്വല്ലറി. ശരി സാർ. എന്താ മഹി ഇത്? അവനെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ജയിലിൽ കിടന്നിട്ട് ആരെങ്കിലും നന്നായതായിട്ട് നിനക്കറിയാവോ? ഈ ട്രീറ്റ്മെന്റിൽ അവൻ ചിലപ്പോൾ നന്നായേക്കും. ഇല്ലെങ്കിലോ? അവന്റെ വിധിയാണെന്ന് കരുതിയാൽ മതി. ആ സംഭവത്തിന് ശേഷം പല സ്ഥലത്തും വെച്ച് മഹിയേട്ടനെ ഞാൻ കണ്ടു. മഹിയേട്ടൻ പലപ്പോഴും എന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ മഹിയേട്ടന്റെ അടുത്തുനിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ മഹിയേട്ടൻ
എന്നോട് സംസാരിക്കാൻ വന്നപ്പോ കുട്ടി ആ, എനിക്ക് കുട്ടിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയും എന്നെ ശല്യം ചെയ്യാൻ വന്നാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. അല്ല കുട്ടി, അങ്ങനെ ഒരു ദിവസം പ്രസീത ഒരു സർപ്രൈസ് ന്യൂസുമായി വന്നു. എന്താടി? നമുക്കൊരു അബദ്ധം പറ്റി ഗൗരി. എന്താ? നമ്മുടെ മറ്റേ കക്ഷിയില്ലേ? ആര്? നമ്മൾ ഗുണ്ടയാണെന്ന് പറഞ്ഞ ആളില്ലേ അന്ന് പാർക്കിൽ നിന്നെ ഇടിച്ചിട്ട ആള്? ആ, അയാൾക്കെന്ത് പറ്റി? അയാള് ഗുണ്ടയൊന്നും അല്ല. പിന്നെ നീ ഈ ന്യൂസ് കണ്ടോ? സ്വർണ്ണക്കടത്തുകാരെ സ്വർണ്ണ ബിസിനസ്സുകാരൻ മഹേശ്വറിന്റെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. കള്ളക്കടത്ത് സ്വർണം വിൽക്കാമെന്നവരെ അത് വാങ്ങാമെന്ന് പറഞ്ഞാണ് മഹേശ്വർ പോലീസിന് മുന്നിൽ കുടുക്കിയത്. കാര്യം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ സാഹസികമായി കീഴ്പ്പെടുത്തി മഹേശ്വർ പോലീസിൽ ഏൽപ്പിച്ചു. അപ്പൊ അയാള് ഗുണ്ടയല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അയാൾ ശരിക്കും വലിയൊരു ബിസിനസ്മാനാ. അയാള് നിന്റെ പുറകെ നടന്നതും മിണ്ടാ നോക്കിയതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. നീ തിരിച്ചു മിണ്ടാതിരുന്നത് കഷ്ടമായിപ്പോയി. ആളും എടുക്കനാ. വേണമെങ്കിൽ തിരിച്ചും പ്രേമിക്കാവുന്ന കക്ഷിയാ. നീ ഒന്ന് പോയേ. വിട്ടുകളയണ്ടെന്നാ എന്റെ അഭിപ്രായം. ഒന്ന് പോയേ അവിടുന്ന്. കുട്ടിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആഹാ, അത് വളരെ വലിയ കാര്യമല്ല ചേച്ചി. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഗംഗെ. എന്നാൽ കഴിയും വിധം ചെറിയ രീതിയിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരുപാട് പണം മുടക്കി ഒന്നും ചെയ്യണമെന്നില്ല. നിസ്സാരമായി നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിനെ വലിയ രീതിയിൽ സന്തോഷിപ്പിക്കും. അവർക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട. അതിനെ നമ്മുടെ സാമീപ്യം ആയാലും അവർക്ക് സന്തോഷാവും. അത് ശരിയാ. ചേച്ചിയുടെ ഈ മനസ്സ് മാളുനും കിട്ടിയിട്ടുണ്ട്. സഹജീവികളോട് പ്രായത്തിൽ കവിഞ്ഞ സ്നേഹവും പരിഗണനയും നമ്മുടെ മാളു കാണിക്കാറുണ്ട്. ആ, എന്നിട്ട് ബാക്കി പറ ചേച്ചി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിൽ പോവും. കുട്ടികൾക്ക് സ്വീറ്റ്സും മറ്റും വിതരണം ചെയ്യും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ദിവസം ഓർത്തു വെച്ച് ഞങ്ങൾ അവിടെ ചെല്ലും. ഒരു ദിവസം അതുപോലെ ഞാനും പ്രസീതയും അവിടെ എത്തി. ഹാപ്പി ബർത്ത്ഡേ മോളെ. മോൾക്ക് അങ്കിളിന്റെ വക ഒരു സമ്മാനം. താങ്ക് യു അങ്കിൾ. എന്തുണ്ട്? ഹാപ്പി ബർത്ത്ഡേ സോന. താങ്ക് യു ആന്റി. കേക്കും സ്വീറ്റ്സും ഒക്കെ വന്നല്ലോ. ഇനിയിപ്പോ കേക്ക് മുറിക്കണ്ട. വാ മോളെ.
ആ വാ 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 വാ. വലിയ സ്വർണ്ണ ബിസിനസ്സുകാരനാ, നല്ല മനസ്സുള്ള ആളാ. കുട്ടികളെ വലിയ ഇഷ്ടാ. മനസ്സറിഞ്ഞ് അവരെ സഹായിക്കാൻ ഒരു മടിയില്ല. ഹാപ്പി ബർത്ത്ഡേ. മഹേങ്കളൊരു പാട്ട് പാടൂ. എനിക്ക് പാടാനൊന്നും അറിയില്ല. അല്ല, ഇന്നാളിവിടെ പാടിയതാണല്ലോ. ഗൗരി ആന്റിയും പാടും. രണ്ടുപേരും കൂടി ഞങ്ങൾക്കൊരു പാട്ട് പാടിത്താ. കുട്ടികളുടെ ആഗ്രഹമല്ലേ, രണ്ടുപേരും കൂടി ഒരു പാട്ട് പാട്. പാട്.
പിന്നെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു തുടങ്ങി. എന്ത് ചെയ്താലും അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറാൻ തുടങ്ങി. ചിന്തകളിൽ മുഴുകി അങ്ങനെ നിൽക്കും. എന്നിലെ മാറ്റം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പലപ്പോഴും അമ്മയുടെ വായിന്ന് നല്ല വഴക്കം കിട്ടി. മിക്കപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെളിയുന്നത് ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എന്നെ താങ്ങിപ്പിടിച്ച മഹിയേട്ടൻ്റെ മുഖമായിരുന്നു, മഹിയേട്ടൻ്റെ നോട്ടമായിരുന്നു. ആ നോട്ടം ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ തുടങ്ങി.